ഈ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ നമുക്കൊക്കെ ഏറെ പ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. കാരണം കേരളത്തിന്റെ ബുദ്ധിജീവി സമൂഹം അദ്ദേഹത്തോടൊപ്പമായിരുന്നു. എന്നിട്ടും അദ്ദേഹം എങ്ങനെ തോറ്റുപോയി എന്നതിൻ്റെ കാരണം തേടി ഞാൻ പല വാർത്തകളും കേട്ടു, പലരുടെ നിരീക്ഷണങ്ങളും കേട്ടു. പക്ഷെ അതിലൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ അവസാനം അതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് എത്തുന്നത്. ആ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ പെട്ടിയും ചട്ടിയും കാണിച്ച് വോട്ടർമാരെ പറ്റിക്കാമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നതെങ്കിൽ സ്വരാജിനെ തോൽപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. ഞാൻ അതിനുവേണ്ടി സംസാരിച്ചു. സ്വരാജ് തോറ്റു. അതൊരബദ്ധമായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ആ അബദ്ധത്തിനുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. സഖാവ് സ്വരാജ് തോൽക്കാൻ കാരണം ഇവരൊക്കെ പറയുന്ന പോലെ വർഗീയ കൂട്ടുകെട്ടോ വോട്ട് മറിക്കലോ ഒന്നുമല്ല. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഇബ്രാഹിം കുട്ടി കേരളത്തോടൊരു കാര്യം പറഞ്ഞു. ഇബ്രാഹിം കുട്ടി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം അതനുസരിക്കും. സ്വരാജ് തോറ്റു. നമ്മളൊക്കെ കരുതിയിരുന്നത് കേരളത്തിൽ ഒരേ ഒരു തമ്പുരാനേ ഉള്ളൂ. ആ തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞാൽ, ഒരു കിറ്റ് വിതരണം നടത്തി കഴിഞ്ഞാൽ നമ്മളൊക്കെ പുള്ളി പറയുന്നത് അനുസരിക്കുന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ പുള്ളിക്ക് മുകളിൽ നിൽക്കുന്ന ആളാണ് ഇബ്രാഹിം കുട്ടി. ഇബ്രാഹിം കുട്ടി സാഹിബ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് ചെയ്യാതിരിക്കില്ല. പുള്ളി പണ്ട് തോൽപ്പിക്കാൻ പറഞ്ഞു, നമ്മൾ തോൽപ്പിച്ചു. ഇത്തവണ പുള്ളിക്ക് അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോഴും പുള്ളി പണ്ട് പറഞ്ഞ കാര്യങ്ങളിലായിരുന്നു ഉറച്ചു നിന്നത്. അതുകൊണ്ടാണ് നിലമ്പൂരിൽ സഖാവ് തോറ്റുപോയത്. അത് സാരല്ല, അടുത്ത തവണ വീണ്ടും ഇബ്രാഹിം കുട്ടി ഒന്ന് മാറ്റി പറഞ്ഞാൽ മതി, സഖാവ് ജയിക്കും. അപ്പോൾ ശരി, ലാൽ സലാം.